ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോ ഒരഭിപ്രായത്തിൽ ഞാൻ പറയുകയാ 500 മലക്കുകളാണ് ഇത് പിടിക്കാനായിട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ് 250 മലക്കുകൾ ഒരു കാലിന്റെ താഴ്ഭാഗത്ത് നിൽക്കുകയാ, മറ്റേ കാലിന്റെ താഴ്ഭാഗത്തും 250 മലക്കുകൾ നിൽക്കുകയാ. വളരെ സാഹസപ്പെട്ടുകൊണ്ട് അവർ പിടിക്കുകയാ. ആ പിടിക്കുന്ന സമയത്ത് ഈ ആത്മാവ് പിടിക്കപ്പെടുന്ന മനുഷ്യൻ അനുഭവപ്പെടുന്ന വേദന എന്താണെന്നറിയോ? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ വിവരിക്കുന്നത് കാണാം. പൊന്നുമോനെ, നമ്മുടെ കൂട്ടത്തിലൊക്കെ നല്ല ധൈര്യമുള്ളവരും നല്ല ശക്തിയുള്ളവരും ഏത് പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിയുന്നവരും അങ്ങനെയൊന്നും കഴിയാത്തവരുമുണ്ട്. പക്ഷേ ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നല്ല ഒരു ഇരുമ്പിന്റെ മുള്ളാണി എടുത്തിട്ട് നമ്മുടെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ആ ഒരു ആണി അങ്ങോട്ട് തറച്ചു കയറ്റിയാൽ നമ്മൾ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുമോ? നമ്മൾ സമാധാനത്തോടുകൂടെ അവിടെ നിൽക്കുമോ? ഇല്ല ഇല്ല. നമ്മൾ കൈകാലുകൾ ഇട്ടടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു പോകുന്നതാണ്, വാവിട്ട് നിലവിളിച്ചു പോകുന്നതാണ്. എന്തേ വല്ലാത്ത വേദനയാ, ആ സമയത്ത് വല്ലാത്ത വേദനയാണ്. അതിനുള്ള കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ ഒരു ആണി അങ്ങോട്ട് തറച്ചു കയറ്റുമ്പോ ആ സ്ഥലത്തുള്ള വേദനക്കുള്ള കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ഇരുമ്പിന്റെ മുള്ളാണ് നമ്മുടെ വിരലിലേക്ക് തറച്ചു കയറ്റുമ്പോ അത്രയും സ്ഥലത്ത് നിന്ന് ആ സ്പേസിൽ നിന്ന് നമ്മുടെ ആത്മാവൊന്ന് മാറി നിൽക്കുകയാ. ആ സ്പേസിൽ നിന്ന് നമ്മുടെ ആത്മാവൊന്ന് മാറി നിൽക്കുന്ന വേദനയാണെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ ചെന്നിയിലൂടെ, അവന്റെ ചങ്കിലൂടെ, അവന്റെ ശരീരഭാഗത്തിന്റെ എല്ലാ രോമക്കത്തുകളിൽ കൂടി ഇതുപോലത്തെ ആണികൾ തറച്ചു കയറുന്നത് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലാണ് വേദന അനുഭവപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഗസാലി ഇമാം തന്നെ പഠിപ്പിച്ചു തരികയാ. ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അവന്റെ 2 കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാണ്. അതെന്തിനാണെന്നറിയോ? അതെല്ലാം മറിച്ച് നമ്മുടെ മേൽഭാഗത്ത് നിന്നാണ് പിടിച്ചു തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് കിടക്കില്ല, നമ്മൾ ഒരു ഭാഗത്തിരിക്കില്ല. ഈ ദുനിയാവ് മൊത്തം വാവിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് നമ്മൾ ഓടുന്നതാ. നമ്മൾ അടങ്ങിയിട്ടൊരു ഭാഗത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൈകളിൽ നിന്ന് തുടങ്ങിയത്, കാലുകളിൽ നിന്ന് തുടങ്ങിയത്. അതിനു വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരെ. ഒരാൾക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ, ഒരാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നാൽ അതവന്റെ മരണത്തിന്റെ വേദനയാണോ? അതവന്റെ മരണത്തിന്റെ വേദനയാണോ? അല്ല അല്ല, പേടിക്കേണ്ടതില്ല. അവന്റെ മരണത്തിന്റെ വേദനയല്ല, സക്കറാത്തുൽ മൗത്ത് അല്ല. മരണത്തിന്റെ വേദനയാണെങ്കിൽ ആ വേദന നമുക്ക് തുടങ്ങുന്നത് കൈകളിൽ നിന്നാണ്, കാലുകളിൽ നിന്നാ. അങ്ങനെ ആത്മാവ് പിടിക്കാൻ തുടങ്ങിയിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ 40 ടൺ യൂണിറ്റ് വേദനയാണെങ്കിൽ അതിനേക്കാളും അസഹ്യമായി നമ്മുടെ വേദന കയറി വരികയാ, നമ്മുടെ വേദന കയറി വരികയാ. നമ്മുടെ ഈ 2 ഷോൾഡറുകളില്ലേ, ഈ 2 ഷോൾഡറുകളും നമ്മിൽ നിന്ന് പിരിയുകയാണെന്ന് തോന്നുകയാ. ആ ഷോൾഡറിലുള്ള വേദന മെല്ലെ മെല്ലെ പതിയെ പതിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ മോനെ, ഇത് നമ്മുടെ മരണമാണ്, ഇത് നമ്മുടെ മരണമാണ്, ഇത് നമ്മുടെ മരണമാണ്. നമ്മുടെ ഹുങ്കാരങ്ങൾ നിൽക്കുകയാണ്, എല്ലാ ശക്തിയും ക്ഷയിക്കുകയാ. ഈ ദുനിയാവിനോട് വിട പറയുകയാ. ഇല്ല ഇല്ല, ഇനി നമുക്ക് തിരുത്താൻ സമയമില്ല, ഇനി നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. ഈ ദുനിയാവിൽ അവസാനത്തെ ശ്വാസം വലിക്കുകയാ. അത് അവസാനത്തെ ശ്വാസം അങ്ങ് വലിക്കുമ്പോ
മലക്കുകൾ വന്നിട്ട് നമ്മുടെ ആത്മാവിനെ ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഒരു നീരാളിപ്പിടുത്തം പിടിക്കുന്നതാ, ഹൃദയത്തിൽ ഒരു നീരാളിപ്പിടുത്തം പിടിക്കുന്നതാ, ഹൃദയത്തിൽ ഒരു നീരാളിപ്പിടുത്തം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തന്നെ അവിടെ നിന്ന് മടങ്ങി വരൂല്ല, അതൊരിക്കലും തന്നെ മടങ്ങി വരൂല്ല, തിരിച്ചു വരൂല്ല. അപ്പോഴാണ് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം വരികയാണ്. എന്നിട്ട് നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു കൊക്ക കൊണ്ട് കൊളുത്തിയിട്ട് നമ്മുടെ ആത്മാവിനെ ചങ്കിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് നമ്മുടെ കണ്ണുകൾ മേൽപോട്ട് പോയിട്ടുണ്ട്, മൂക്ക് വികസിച്ച് പോയിട്ടുണ്ട്, നാവ് പരമാവധി പുറത്തേക്ക് വന്നിട്ടുണ്ട്, കൈകൾ തളർന്നു പോയിട്ടുണ്ട്, കാലുകൾ പിളർന്നു പോയിട്ടുണ്ട്, ശരീരം മുഴുവൻ ക്ഷീണിച്ചിട്ടുണ്ട്. ആ സമയത്ത് മരിക്കുന്ന സമയത്ത് വല്ലാത്ത വിശപ്പാട്, വല്ലാത്ത ദാഹമാണ്, വിശപ്പിന്റെ കാഠിന്യമേറുമ്പോ ആ സമയത്ത് നമ്മുടെ ചുറ്റും നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്. മരണസമയത്തുള്ള നമ്മുടെ വിശപ്പിന്റെ കാഠിന്യം കാണുമ്പോ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തുകൊണ്ട് നമ്മൾക്ക് വായയിലേക്ക് വെള്ളം ഒഴിച്ചു തരികയാണ്. ഇല്ല സഹോദരാ, മതിയാവുകയില്ല, വെള്ളം ഇറങ്ങുന്നില്ല, അത് രണ്ട് ഭാഗത്ത് കൂടെ പുറത്തേക്ക് ഒലിച്ചു പോവുകയാ. എത്ര വെള്ളം കുടിച്ചാലും വിശപ്പ് തീരില്ല, സമുദ്രത്തിലുള്ള വെള്ളം കുടിച്ചാലും അവരുടെ വിശപ്പ് തീരില്ലെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അവസാനം മരണാസന്നനായി നമ്മൾ കിടക്കുമ്പോ ആ സമയത്ത് നമ്മുടെ ഉമ്മ കരയുന്നുണ്ട്, നമ്മുടെ അരുമക്കിടാങ്ങളായ മക്കള് കരയുന്നുണ്ട്, സ്വന്തം ഭാര്യ കരയുന്നുണ്ട്, എല്ലാവരും കരയുകയാ. ക്ഷമ വിട്ടു ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ട് പോയോ കാണലെന്നാ നിന്നെ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ട് പോയോ കാണലെന്നാ നിന്നെ. പൊന്നുമോനെ പോവുകയാണോ, കൺമണിയെ വിട പറയുകയാണോ? എന്നാണ് പൊന്നുമോനെ ഇനി ഞാൻ നിന്നെ കാണുക, എന്നാണ് കൺമണിയെ ഇനി ഞാൻ നിന്നെ കാണുക? ഉമ്മാനെ വിട്ടുവിട പറയുകയാണോ? മുത്തം കൊടുത്ത കവിളിൽ മണ്ണ് വീഴുകയാണോ? എന്നാണ് കൺമണിയെ നിന്നെ ഒന്ന് കാണുക? ഉമ്മ കരയുകയാണ്, അതാ മക്കളും ഓടി വരികയാണ്. അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. മക്കള് വന്നിട്ട് ഉപ്പാനെ വിളിക്കുന്നുണ്ട്, ഉപ്പാ ഉപ്പാ എന്ന് സ്നേഹത്തോടെ മക്കള് വിളിക്കുന്നുണ്ട്. പക്ഷേ അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. അവൻ കനങ്ങാൻ കഴിയുന്നില്ല, കയ്യനക്കാൻ കഴിയാതെ, കാലനക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഖത്തിട്ട മുണ്ടും വന്ന് ചിലർ ഉയർത്തുന്നേ, കൈകെട്ടി മിണ്ടാതെന്ന് നീ കിടക്കുന്നേ. മുഖത്തിട്ട മുണ്ടും വന്ന് ചിലർ ഉയർത്തുന്നേ, കൈകെട്ടി മിണ്ടാതെന്ന് നീ കിടക്കുന്നേ. ആരൊക്കെയോ വന്ന് നമ്മളെ സന്ദർശിക്കുന്നുണ്ട്, മക്കൾ ഉപ്പാനെ വിളിച്ച് കരയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുണ്ട്, എല്ലാവരും കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാന സമയത്ത് അതാ അങ്ങനെ ആത്മാവങ്ങ് പുറത്തേക്കെടുക്കുമ്പോ, ആത്മാവങ്ങ് പുറത്തേക്കെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ വായയും ചങ്കുമെല്ലാം തുറന്നിട്ട് അതാ ആത്മാവങ്ങ് പുറത്തേക്കെടുത്തു നോക്കുമ്പോ ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവിങ്ങനെ കിടന്ന് പിടയുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തായ നബി മുഹമ്മദ് മുസ്തഫ
അങ്ങകലെ മദീന മുനവ്വറയിൽ മണവാളനെ പോലെ ആ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നമ്മുടെ സ്വലാത്തുകൾ എത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. പെരുന്തല്ലൂരിലുള്ള പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയാ, മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദമുണ്ടല്ലോ, അവസാന സമയത്തുള്ള നിങ്ങളുടെ ശബ്ദമുണ്ടല്ലോ, മരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ശബ്ദമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയാ, ആ സമയത്ത് നമ്മുടെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലുള്ള ശബ്ദമാണെങ്കിൽ നമ്മുടെ ആഖിബത്തിന്റെ ലക്ഷണം മോശമായ ലക്ഷണമാണ്, മോശമായ ലക്ഷണമാണ്. എങ്ങനെയാണെന്നറിയോ? മരിക്കുന്ന സമയത്ത് അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ. ചില ആളുകൾ മരിക്കുന്ന സമയത്ത് അലറലാണ് അലറുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് മരണത്തിന്റെ മോശമായ ലക്ഷണമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ. അറുക്കുന്ന സമയത്ത് ഒട്ടകം എങ്ങനെയാണോ അലറുക, അതുപോലെയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശബ്ദം ആ രീതിയിലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് ആഖിബത്തിന്റെ മോശമായ ലക്ഷണമാണ്. അവൻ നീചനായി മരിക്കാനുള്ള ലക്ഷണമാണ്. അവൻ നരകത്തിലേക്കുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ മരണത്തിന്റെ നല്ല ലക്ഷണം ഏതാ? മരണത്തിന്റെ നല്ല ലക്ഷണം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ സമയത്ത് അവരുടെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നതാണ്, അവരുടെ നെറ്റിത്തടം വിയർക്കുന്നതാണ് എന്നു മാത്രമല്ല അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നതാണ്. ഇത് മരണത്തിന്റെ നല്ല ലക്ഷണമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർത്തിട്ടുണ്ടോ? അത് മരണത്തിന്റെ നല്ല ലക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടോ? മരണത്തിന്റെ നല്ല ലക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിഞ്ഞാൽ, ഉമ്മമാരെ ഉപ്പമാരെ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് ചൊല്ലിയിട്ട് ഒരാൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ ദഖലൽ ജന്ന, ദഖലൽ ജന്ന, ആ മനുഷ്യൻ പിന്നെ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അവരെ സ്വർഗ്ഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക? അതും അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതാ മലക്കുകൾ സ്വർഗ്ഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അതാ ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് ആ അടിമകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിഞ്ഞ, ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിഞ്ഞ ആ അടിമകളെ സ്വർഗ്ഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാ. യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സന്തോഷമുള്ള സമാധാനമുള്ള ആത്മാവേ, കടന്നു വരിക, സ്വർഗത്തിലേക്ക് കടന്നു വരിക, സ്വർഗത്തിലേക്ക് കടന്നു വരിക, സുന്ദരമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് മലക്കുകൾ സ്വാഗതം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ.
അല്ലാഹു നമ്മളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല. അതിനു വേണ്ടി അമൽ ചെയ്യണം, ഇബാദത്ത് എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നുവല്ലോ. ജഗന്തിയന്താവായ പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്തു തന്നത്. പെരുന്തല്ലൂരിൽ ഈ പാതിരാ സമയത്ത് ഒരുമിച്ച് കൂടിയ ഈ ആത്മീയ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു ഇന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നില്ലേ? പക്ഷേ വലം തുഅദ്ദൂ ശുക്റഹാ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറയാൻ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇന്ന് നമുക്ക് സമയമില്ലാതെ പോവുകയാണല്ലോ. എല്ലാവിധ തെമ്മാടിത്തരങ്ങൾക്കും നമുക്ക് സമയമുണ്ട്. പക്ഷേ ഇബാദത്ത് എടുക്കാൻ മാത്രം നമുക്ക് ഇന്ന് സമയമില്ലാതെ പോകുമ്പോ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചിട്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ഏകനായ റബ്ബിന്റെ മുന്നിൽ ജീവിതത്തിന്റെ സമാധാനം പറയാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, നിനക്ക് തന്ന ആയുസ് നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന സമ്പത്ത് നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന വിജ്ഞാനം നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന ശരീരത്ത് നീ എന്ത് ചെയ്തു എന്നല്ലാഹു ചോദിക്കുന്ന വിചാരണയുടെ ഹിസാബിന്റെ ദിവസമുണ്ടല്ലോ. ആ ദിവസം മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, തഅറുജുൽ മലായിക الملائكة والروح إليه في يوم كان مقداره 50,000 سنة. ഒരു ദിവസത്തിന് 50,000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയാ. ഒരു ദിവസത്തിന് 50,000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയാ. ഈ ദുനിയാവിൽ നമുക്കിന്നിവിടെ ഒരു ദിവസത്തിന് 24 മണിക്കൂറിന്റെ ദൈർഘ്യമാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എവിടത്തെ കാര്യമാ പറയുന്നത്? എവിടെ നടക്കുന്ന കാര്യമാ പറയുന്നത്? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ, സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ശറ. അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മഖ്ബറ. ദുർമാർഗികളെ ക്ഷണിക്കുന്നതന്ന് ജഹന്നമാ, സന്മാർഗികൾക്കന്നുള്ള ഭവനം സ്വർഗമാ. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ, താഴെ ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ തറിയിൽ പേടിച്ചരണ്ട് നിൽക്കുമ്പോ, കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. മുമ്പിൽ മലക്കുകളെല്ലാം സഫ് സഫുകളായി നിൽക്കുകയാ. പേടിച്ച രണ്ട് മാൻപേടയെ പോലെ, സിംഹക്കൂട്ടിൽ അകപ്പെട്ട മാൻപേടയെ പോലെ നമ്മൾ ഓരോരുത്തരും എങ്ങനെ നിൽക്കുകയാണ്? 4 ഭാഗത്തും വിഹ്വലത, മുകളിൽ ചൂട്, താഴെ ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ തറയിൽ പേടിച്ച രണ്ട് നിൽക്കുമ്പോ, ആ സമയത്താണ് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ അതാ നരകത്തിന്റെ അഹ്ലുകാരായ ആളുകൾ ആ കത്തിക്കാളുന്ന നരകത്തെ കാണുകയാ. നരകത്തെ കാണുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്കുള്ള ആളുകളെ ഇങ്ങനെ വിളിക്കുകയാ. അല്ലാഹു വിളിക്കുകയാ നരകത്തിലേക്കുള്ള ആളുകളെ. എവിടെ? നിസ്കാരം ഉപേക്ഷിച്ചവരെവിടെ? കള്ള് കുടിച്ച് നടന്നവരെവിടെ? ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടന്നവരെവിടെ? എവിടെ? അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവരെവിടെ എന്ന് നരകത്തിലേക്കുള്ള ആളുകളെ ഇങ്ങനെ വിളിക്കുമ്പോ
ആ സമയത്ത് കത്തിക്കാളുന്ന നരകത്തെ മനുഷ്യൻ കാണുമ്പോ ആ സമയത്ത് അള്ളാഹുവിനോട് ഈ മനുഷ്യൻ പറയും, എത്ര അള്ളാഹുവേ, ദുനിയാവിൽ നല്ലത് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ, റബ്ബേ ദുനിയാവിൽ നല്ലത് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ നരകത്തിലേക്ക് കടക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നല്ലോ തമ്പുരാനേ. അതാ പറഞ്ഞത്, സുഹൃത്തേ, നിനക്കന്നാണ് ചിന്ത വരുന്നത്, അന്നുള്ള ചിന്തക്കെന്തു ഫലമാണുള്ളത്. ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാ പ്രിയപ്പെട്ടവരെ? ഒരു കാര്യവുമില്ല. അല്ലാഹു അതാ നരകത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്കിടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഓർഡറും മലക്കുകളോട് വന്നിട്ട്, മലക്കുകൾ ആ നരകത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്കിടാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരുമ്പോഴാണ്, ആ സമയത്താണ് യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖീ വഫസീലതിഹി അല്ലതി തുഅദീ വമൻ ഫിൽ അർളി ജമീഅൻ ثم ينجيه كلا إنها لظى. നരകം മനുഷ്യൻ കാണുമ്പോ ആ സമയത്ത് അവന് നരകത്തിൽ വീഴുമെന്ന് ഉറപ്പാകുമ്പോ, അതാ മനുഷ്യൻ നരകത്തിൽ വീഴുമെന്ന് ഉറപ്പാകുമ്പോ യവദ്ദുൽ മുജ്രിമു, ആ സമയത്ത് അവർ ആഗ്രഹിക്കുമത്രേ, തെമ്മാടികളായ ആളുകൾ ആ സമയത്ത് ആഗ്രഹിക്കുമത്രേ, ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അല്ലാഹുവേ പടച്ചവനെ, ലൗ യഫ്തദീ, എന്നെ ഒന്ന് രക്ഷിക്കുമോ തമ്പുരാനെ. ഇതൊന്നും ഈ ജാബിറിന്റെ വാക്കുകളല്ല, ഇതൊക്കെ ഖുർആനാണ്, ഇത് പടച്ച റബ്ബിന്റെ ഖുർആനാണ്. അല്ലാഹു പറയുകയാണ് സൂറത്തുൽ മആരിജിലൂടെ, നരകം കാണുമ്പോ മനുഷ്യൻ പറയും, എത്ര ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അന്നേരം മനുഷ്യൻ പറയും, എത്ര എന്നെ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷിക്കുമോ? എനിക്ക് പകരമായി എന്റെ മക്കളെ ഈ നരകത്തിലേക്ക് ഇട്ടുതരാ, എനിക്ക് പകരമായി എന്റെ മക്കളെ ഞാൻ ഈ നരകത്തിലേക്ക് ഇട്ടുതരാ. അങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് നരകത്തിന്റെ ഈ ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമ്പോ, ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ അരുമക്കിടാങ്ങളായ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹത്തോടെ താലോലിച്ച് വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് കാണുമ്പോ, ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ വെച്ച് മഹ്ശറയിൽ വെച്ച് കാണുമ്പോ അവിടെ പരസ്പരം തിരിച്ചറിയാത്ത കാലഘട്ടമാണ്. ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല. ആ കാലഘട്ടത്തിൽ നിൽക്കുമ്പോ സ്വന്തം ഉപ്പയാണ് പറയുക, മക്കളെ പിടിച്ചിട്ട് പറയും, എത്ര എന്റെ മക്കളെ ഈ നരകത്തിലേക്ക് ഇട്ടിട്ട് എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കുമോ അല്ലാഹുവിനോട് ഈ മനുഷ്യൻ പറയുമ്പോ തീർന്നിട്ടില്ല. അവന്റെ പ്രിയപ്പെട്ട ഉമ്മ അവന്റെ ചാരത്തുണ്ട്. കത്തിക്കാളുന്ന നരകത്തിൽ ഈ മനുഷ്യൻ വീടുമെന്ന് ഉറപ്പാകുമ്പോ ആ സമയത്ത് ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് പറയും, എത്ര എന്റെ ഉമ്മാനെ ഞാൻ നരകത്തിലേക്ക് ഇട്ടുതരാ, അങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് ഈ അദാബിൽ നിന്ന് രക്ഷിക്കുമോ അവന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ അവന്റെ ചാരത്തുണ്ട്, അവന്റെ ഭാര്യ അവന്റെ ചാരത്തുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോ ഇവനെ പറയും, എത്ര അല്ലാഹുവേ, ഇവരെ നരകത്തിലേക്ക് ഇട്ടിട്ട് എന്നെയും നീ നരകത്തിൽ നിന്ന് ഈ അദാബിൽ നിന്ന് രക്ഷിക്കുമോ ഇനി സ്ത്രീകളാണെങ്കിലോ അവര് പറയുമത്രേ, അല്ലാഹുവേ, എന്റെ ഭർത്താവിനെ പകരം തരാം, ഉപ്പാനെ പകരം തരാം, ഉമ്മാനെ പകരം തരാം, മക്കളെയൊക്കെ നരകത്തിലേക്ക് ഇട്ട് തരാം, അങ്ങനെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കുമോ എന്ന് ഓരോരുത്തരും പറയുമ്പോ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലാഹു മലക്കുകളോട് പറയുമത്ര, മലക്കുകളെ, ഖുദൂഹു ഫഉല്ലൂ സുമ്മൽ ജഹീമ സുല്ലൂ. പിടിക്കവന്
പിടിച്ച് കെട്ടവനെ സുമ്മൽ ജഹീമ സല്ലൂ, എന്നിട്ടവനെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക, നരകത്തിലേക്ക് വലിച്ചെറിയുക. എന്താണ് അവൻ പറയുന്നത്? അവന്റെ മക്കളെ നരകത്തിലേക്ക് ഇട്ട് തരാമെന്നോ, ഉമ്മാനെ പകരം തരാമെന്നോ, ഉപ്പാനെ പകരം തരാമെന്നോ, മക്കളെ നരകത്തിലേക്ക് ഇട്ടിട്ട് അവൻ രക്ഷപ്പെടണമെന്നാണോ അവന് പറയുന്നത്? ഇല്ല ഇല്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് അവൻ മാത്രമാണ്, അതല്ലാതെ മറ്റുള്ളവരെ പകരം തരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു കാര്യവുമില്ല. അതാ അങ്ങനെ അള്ളാഹു നരകത്തിലേക്ക് ഇടുകയാ, മലക്കുകൾ നമ്മളെ നരകത്തിലേക്ക് ഇടുകയാണ്. എങ്ങനെയാ ഇടുന്നതെന്നറിയോ? ഫയുഅഖദു ബിന്നവാസി വൽ അഖ്ദാം, അവരുടെ കഴുത്തിൽ ഒരൊറ്റ പിടുത്തമാണ്, ഒരൊറ്റ ഞെരുക്കമാണ്. എന്നു മാത്രമല്ല അവന്റെ രണ്ട് കൈകാലുകളും അങ്ങ് പിടിച്ചിട്ട് നല്ല ഉണക്ക ചുള്ളി വറകൊടിക്കുന്നത് പോലെ ഒരൊറ്റ ഒടിക്കലും കൊടിച്ചിട്ട് സുമ്മൽ ജഹീമ സല്ലൂ, കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഒരൊറ്റ എറിയലാണ്, ഒരൊറ്റ വലിച്ചെറിയലാണ്. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. കത്തിക്കാളുന്ന നരകത്തിന്റെ അവസ്ഥ വല്ലാത്ത ഭീകരം തന്നെയാണ്, വല്ലാത്ത ഭയാനകത നിറഞ്ഞതാ. അല്ലാഹുവാണ് കരുണാമക്കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാ. ആരാ പറയുന്നതാരാ? ആരാ പറയുന്നതാരാ? എന്നെയും നിങ്ങളെയും പച്ച മണ്ണിൽ നിന്നും പടച്ചെടുത്ത പടച്ചറബ് പറയുകയാ, വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറയുകയാ. ഏതൊരു സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും ആ സമയത്തല്ല നിങ്ങൾ ഞാൻ ഓർക്കുമെന്ന് അല്ലാഹു പറയുമ്പോ എന്ന് മാത്രമല്ല ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്തു കഴിഞ്ഞാൽ, നന്ദിയുള്ള അടിമകളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ലഅസീദന്നകും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ച, ജിന്നിനെ പടച്ച, പറവയെ പടച്ച, പർവ്വതങ്ങളെ പടച്ച, എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്ത് മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന അല്ലാഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വല്ല കാര്യങ്ങൾ കൊണ്ടുവരിക, മജ്ലിസുന്നൂർ കൊണ്ടുവരിക, മജ്ലിസുന്നൂർ കൊണ്ടുവരിക, മജ്ലിസുന്നൂർ കൊണ്ടുവരിക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മഹാനായ തങ്ങൾ പാണക്കാട് സെയ്ദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ, അത് ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത റാഹത്താണ്, മനസ്സിന് വല്ലാത്ത സമാധാനമാണ്, വല്ലാത്ത കുളിർമയാണ്. എല്ലാ ടെൻഷനും മാറും, പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മാറുന്നതാ. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മളൊക്കെ അനുഭവമുള്ളവരാണല്ലോ. എത്രയോ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ മഹാനായ തങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളില്ല, പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല, എപ്പോഴും റാഹത്താണ്, സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന് മാത്രമല്ല ഒരു ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ഒരുപാട് ശ്രേഷ്ഠതയുള്ള, ഒരുപാട് പവറുള്ള ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇനി സദസ്സിൽ വന്നിട്ടും ഈ ഒരു ഉപകാരവും ഈ വയലിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും എഴുന്നേറ്റ് പോകരുത്. നല്ലൊരു ദിക്റാണ് പറഞ്ഞു തരുന്നത്, നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇതിന്റെ അത്ഭുതം വളരെ വലുതാണ്, ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദിക്റാണ്. മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രനായ സാലിം റളിയല്ലാഹു അൻഹു ആയിരുന്നു വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവന്നിരുന്ന സാലിം റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ശത്രുക്കൾ തടവിലാക്കിയപ്പോൾ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട് കൊടുമ്പട്ടിണിയിലായി, വല്ലാത്ത ദാരിദ്ര്യത്തിലായി, ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു
നേരെ ചെല്ലുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് ചെന്ന് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത പ്രശ്നമാണ്, ഞങ്ങളുടെ വീട് കൊടും പട്ടിണിയിലാണ്, വല്ലാത്ത ദാരിദ്ര്യത്തിലാണ്, എന്റെ പൊന്നുമോൻ സാലിം തടവിലാണ് നബിയെ, വീട്ടിലേക്ക് ഇപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു തരാൻ ആരുമില്ല. എന്താണ് നബി, ഒരു പോംവഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തൊരു മറുപടിയുണ്ട്. ഔഫ് ഇബ്നു മാലിക് അക്സിറു ദിക്റ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ഒരുപാട് പതിവാക്കി, ഒരുപാട് ചൊല്ലിക്കോ ഔഫ് ഇബ്നു മാലിക്. ഇത് പറഞ്ഞിട്ട് മഹാനായ ഔഫ് ഇബ്നു മാലിക് തങ്ങൾ പാതിരാ സമയത്ത് വീട്ടിലേക്ക് ചെന്നിട്ട് പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോ മഹാനവറുകളും പ്രിയപ്പെട്ട ഭാര്യയും അള്ളാഹുവിന് വേണ്ടി ദിക്ർ ഇങ്ങനെ നിരന്തരം ചൊല്ലുകയാണ്, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി അവസാനം രാവിലെ നോക്കുമ്പോ അതാ വല്ലാത്ത അത്ഭുതം കാണുകയാണ്. വീട്ടുമുറ്റത്ത് വല്ലാത്ത അത്ഭുതം കാണുകയാണ്. എന്താണ് അത്ഭുതം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സാലിം റളിയല്ലാഹു തആല അൻഹുവിനെ തടവിലാക്കിയ ശത്രുക്കൾ തന്നെ പരസ്പരം മദ്യപിച്ചുകൊണ്ട് അവർ പരസ്പരം പോരാടാൻ തുടങ്ങി, ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. സാലിം റളിയല്ലാഹു അൻഹു അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്നു മാത്രമല്ല, ആ വീട്ടുമുറ്റത്ത് ധാരാളം ആടുകളും ഒട്ടകങ്ങളും ഇങ്ങനെ വരി വരിയായി നിരന്ന് നിരന്ന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേവരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞിരുന്ന വീട് അന്ന് മുതൽ ഏറ്റവും വലിയ കോടീശ്വരന്റെ വീടായി മാറുമ്പോ ഇതിന്റെ പവർ ചെറുതല്ല, ഇതിന്റെ മഹത്വം ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഹൗഖൽ ചൊല്ലണേ. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ, സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ. സ്വർഗത്തിലെ നിധി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കടങ്ങൾ മാറണോ, പ്രയാസങ്ങൾ മാറണോ, പ്രതിസന്ധികൾ മാറണോ, എല്ലാം മാറിയിട്ടും മനസ്സിന് സമാധാനം കിട്ടണോ, ചൊല്ലിക്കോളൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഒരു സന്ദർഭത്തിന് വേണ്ടി, ഒരു സംരംഭത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ സമയത്ത് നമ്മൾ ചൊല്ലണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ഒന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി, ആ യാത്രയിൽ തന്നെ വലിയൊരു റാഹത്തായിരിക്കും. എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിന്റെ പരിപൂർണ സംരക്ഷണത്തിലാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അപകടം ആ യാത്രയിൽ ഉണ്ടാവൂല, ഒരു അപകടം ഉണ്ടാവൂല. തിരൂരങ്ങാടിയിൽ നടന്നൊരു സംഭവം നമ്മളൊക്കെ അറിഞ്ഞുവല്ലോ. CCTV-യിൽ പതിഞ്ഞൊരു ദൃശ്യമാണ്, CCTV-യിൽ പതിഞ്ഞൊരു ദൃശ്യമാണ്. എന്താണ് സഹോദരങ്ങളെ ആ സംഭവം? സഹോദരിമാരെ, നമ്മളൊക്കെ അറിഞ്ഞുവല്ലോ. ഒരു ഉസ്താദ് രാവിലെ മദ്രസയ്ക്ക് പോവുകയാണ്. മദ്രസയ്ക്ക് പോകുമ്പോ റോഡ് ക്രോസ് ചെയ്തിട്ട് ഉസ്താദ് ബൈക്കിലാണ്. അങ്ങനെ ഉസ്താദ് റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ കടക്കുമ്പോ ബാക്കിൽ നിന്നൊരു കാറ് നല്ല സ്പീഡിലാണ് വരുന്നത്. ആ കാർ അങ്ങ് ഇടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ ജീവൻ തന്നെ പോകുമായിരുന്നു. കാരണം ഉസ്താദും ആ കാറും നേരെയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കാർ അങ്ങ് ഇടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ ജീവൻ പോകുമായിരുന്നു. പക്ഷെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ആ ഉസ്താദിന്റെ അടുത്തെത്തിയിട്ട് ആ കാർ കറങ്ങി അവിടെ നിന്നു. ആ ഉസ്താദിന്റെ മേത്ത് ഒരു പോറൽ പോലും ഏറ്റില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവരോ, ആ ഉസ്താദിന് ഒന്നും തന്നെ സംഭവിച്ചില്ല ആ സമയത്ത്. എന്നിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് ആ സംഭവമൊക്കെ നടന്നിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് ആ ഉസ്താദ് ഒരു വോയിസ് പറയുന്നുണ്ട്, ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഈ ദിവസം ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചൊല്ലാറുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് മാത്രമല്ല ഹദ്ദാദ് റാത്തീബിലെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇതൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അതൊക്കെ ചൊല്ലിയിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതെന്ന് ഉസ്താദ് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചെല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അറിയാത്ത മാർഗത്തിൽ നമ്മുടെ കടങ്ങൾ മാറുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് അല്ലാഹു തരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.